ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 128 അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രേ നീ ജെറുസലേമിൽ ഐശ്വര്യം കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ആകട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ദൈവവചനമാണ് നാം കേട്ടോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. സ്തോത്രം ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വഴിയെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. നമുക്കിഷ്ടമുള്ള വഴിയെ അല്ല നമ്മൾ നടക്കണം, നമ്മൾ കർത്താവിൻ്റെ വഴിയെ നടക്കണം. അപ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്, നമുക്ക് ആയുസ്സും ദീർഘായുസ്സും ഒക്കെ ദൈവം തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ കർത്താവ് നമ്മെ സംരക്ഷിക്കും, നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കുകയാണെങ്കിൽ യേശു നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹത്താൽ നിങ്ങളെല്ലാവരെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമ്മുടെ യേശുപ്പച്ചന് വേണ്ടി ജീവിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, രോഗത്താലും ഭാരത്താലും കടബാധ്യതയാലും പ്രയാസപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ. കർത്താവെ, വയനാടിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, കർത്താവെ, മരണമടഞ്ഞ മനുഷ്യരിൽ നിന്നും വേർപിരിഞ്ഞ് വ്യത്യസ്തമായി ജീവിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അവർക്കാർക്കും ഇനി ഒരു പോറലും സംഭവിക്കാതെ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എല്ലാ വ്യക്തി ജീവിതങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം.